പരീക്ഷയൊക്കെ കഴിഞ്ഞോ? പരീക്ഷ കഴിഞ്ഞപ്പോഴേ ഇനി പോന്നോ അതോ കഴിയുന്നതിന് മുമ്പേ വന്നോ? എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നല്ല എക്സ്പീരിയൻസ് തന്നെ. വീട്ടിൽ നിന്ന് ഇങ്ങനെ നമുക്ക് നീന്തൽ പഠിക്കാൻ പോകാന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഇതിൽ എതിർത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ല, ഇഷ്ടമാണ്, വെള്ളത്തിൽ കിടന്ന് കളിക്കാൻ ഇഷ്ടമാണ് അല്ലേ? മോള് പേരെന്താ? എനിക്കൊന്നും ഇവിടെ ഒരു പെങ്കൊച്ചേ ഉള്ളൂ? ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ഒരു ദിവസം നീന്തിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോ ഒരു ദിവസം നീന്താൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ ക്ഷീണം വ്യത്യാസം അനുഭവപ്പെടാറുണ്ടോ? എന്ത് അന്നത്തെ ദിവസം തൂങ്ങിയിരിക്കും? ഭയങ്കര ടയർഡായിരിക്കും. പിന്നെ അടുത്ത ദിവസം വരുമ്പം നീന്താൻ ഭയങ്കര പാടാണ്. ഒരു ദിവസം ലീവ് എടുത്തന്നെ ഭയങ്കര പാടാണ്. ഒരു സെക്ഷൻ മുടങ്ങിയ ഭയങ്കര പ്രശ്നം. അപ്പൊ മുടക്കാറില്ല? ഇല്ല. അപ്പൊ ഇനി ഇവിടെ വരാനുള്ളവരോട്, പുറത്ത് നിൽക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? 2 മാസം വീട്ടിൽ സോഷ്യൽ മീഡിയയിൽ ഇരിക്കാതെ ഇതേപോലെ ഹെൽത്തിന് നല്ലതായിട്ട് നീന്തയോ സ്പോർട്സ് രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുക. പിന്നെ നീന്തനായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം ഞാൻ നീന്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കറിയാം. ഇപ്പോൾ ഒരു വനിതയാണ് ഇത്. അപ്പോൾ ഒരു അമ്മയായിരിക്കാം. അമ്മ മനസ്സാവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളിപ്പോൾ പുറത്തോട്ട് പോകുമ്പോൾ നമുക്കറിയില്ല ഇന്നത്തെ പിള്ളേർ പോയാൽ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഒരു അമ്മ എന്ന ആ ഒരു കരുതലിൽ നിന്നുകൊണ്ട് ഈ സ്വിമ്മിംഗ് പൂൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് എത്രമാത്രം പ്രയോജനകരമാണ്? എൻ്റെ പേര് ശശികല. ഞാൻ പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ഇപ്പോൾ ഇവിടെ മാഡം ചോദിച്ച പോലെ ഇപ്പോൾ നമ്മുടെ പ്രസിഡൻറ്റും അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഒക്കെ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വളരെ ആധികാരികമായിട്ട് തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു. നമ്മുടെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും അത് തന്നെയാണ്. 2250 രൂപയ്ക്കുള്ളൊരു പാക്കേജ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പഞ്ചായത്തിലെ കുട്ടികൾക്ക് ഏറ്റവും അധികം പ്രയോജനപരമായ ഒരു കാര്യം. അതോടൊപ്പം തന്നെ വരുന്ന സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലെ കുട്ടികൾക്ക്, അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലെ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ കൂടെ പ്രയോജനകരമാകുന്ന രീതിയിലുള്ള പദ്ധതികളുമായിട്ടാണ് നമ്മുടെ പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ചോദിച്ച പോലെ പെൺകുട്ടികളെ കാര്യത്തെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അത് ഏറ്റവും എന്ന് വെച്ചാൽ ഒരു ക്രിട്ടിക്കലായ ഒരു സമയത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എത്ര തന്നെ നമ്മൾ ചില അവസരങ്ങളിൽ അവർക്ക് എത്ര പ്രചോദനം, ചില വിഷയങ്ങളെ സംബന്ധിച്ച് എത്ര പ്രചോദനം കൊടുത്താലും അതിൽ വശംവദരാകാതെ തന്നെ മാറിപ്പോകുന്നൊരവസ്ഥയുമുണ്ട്. പക്ഷേ നമ്മളിപ്പം മാഡം ഈ സ്വിമ്മിംഗ് പൂളുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഒത്തിരി പെൺകുട്ടികൾ ഇവിടെ പഠിക്കാൻ വരുന്നുണ്ട്. അവരുടെ സംരക്ഷണ ചുമതല തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുന്നുണ്ട്. അതിനുവേണ്ടി വനിതാ പരിശീലക തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്തിന് ഇവിടെ അവർക്ക് പരിശീലനം കൊടുക്കാൻ ഉണ്ട്. അതോടൊപ്പം തന്നെ അവിടെ നമുക്കിപ്പോൾ നീന്തൽ കഴിഞ്ഞതിന് ശേഷം അവർക്ക് വസ്ത്രം മാറേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുവേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റിയും തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്ത് ഇതിനകത്ത് തന്നെ, ഈ കെട്ടിടത്തിനകത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു സുരക്ഷിതമാണ്. അല്ലാതെ നമുക്ക് അവരെ വെറുതെ അങ്ങ് വിട്ടുകൊടുക്കാനോ കാര്യങ്ങളോ അങ്ങനെയുള്ള അതിനാവശ്യമായ സെക്യൂരിറ്റി, വനിതാ സെക്യൂരിറ്റി, അതുപോലെ തന്നെ പുരുഷന്മാരുണ്ട് സെക്യൂരിറ്റി ആയിട്ട്, അതുപോലെ തന്നെ പഞ്ചായത്ത്, അതിലേറെ പഞ്ചായത്ത് ഇതിലൊരു വളരെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്തരത്തിൽ ഇവിടെ പെൺകുട്ടികൾ നീന്തൽ പരിശീലനത്തിന് വരുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇതുവരെ ഈ കാലഘട്ടത്തിനകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയും തീർച്ചയായിട്ടും എല്ലാവർക്കും സ്വാഗതം. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെല്ലാവരും ഫോണിന് അഡിക്റ്റഡ് ആണ്, TV-ക്ക് അഡിക്റ്റഡ് ആണ്, എല്ലാം വേണം, സോഷ്യൽ മീഡിയ വേണം. പക്ഷെ അതോടൊപ്പം നമ്മുടെ ഹെൽത്ത്, നമ്മുടെ സേഫ്റ്റി, അതിനാണ് ഈ കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഇത് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് പേർ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് പൂങ്കോടുള്ള ഈ സ്വിമ്മിംഗ് പൂളിലേക്ക്, വളരെയധികം പ്രത്യേകതകളുള്ള ഈ സ്വിമ്മിംഗ് പൂളിലേക്ക്, നമുക്കറിയാം വെള്ളയമ്പലം എന്ന് പറയുന്ന നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്വിമ്മിംഗ് പൂളുണ്ട്. പക്ഷേ ആ സ്വിമ്മിംഗ് പൂളിനേക്കാളും ഒരുപാട് പ്രത്യേകത ഇവിടെ ഉണ്ട് എന്ന് ഇവിടുത്തെ അധികാരികൾ നേരത്തെ പറഞ്ഞിരുന്നു. 50 മീറ്റർ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത് നമുക്ക് നഗരത്തിൽ ലഭിക്കുന്ന ഒരു ഇടമല്ല. ഒരുപാട് ഫെസിലിറ്റീസ് ഇവിടെ ഇൻ്റർനാഷണൽ ലെവലിൽ ഇവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ മധ്യവേനൽ അവധിക്കാലത്ത് വരാൻ പറ്റുന്ന ഒരു ഇടം തന്നെയാണ്. നഗരഹൃദയത്തിൽ നിന്ന് അധികം ദൂരെ അല്ല ഇത്. നിങ്ങൾക്ക് ഇത് ഓപ്റ്റ് ചെയ്യുന്നവർക്ക് ഇത് ഓപ്റ്റ് ചെയ്യാം. മറ്റൊരു കാര്യം, നമുക്ക് എപ്പോഴും ഒരു കുളം എന്ന് പറയുന്നത് ധാരാളം പച്ചപ്പിൻ്റെ ഇടയിലുള്ള ഒരു സംഭവമായിരിക്കും. ആ ഒരു ഇഫക്റ്റ് ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. 4 ഭാഗത്ത് നല്ല പച്ച നിറത്തിലുള്ള മരങ്ങൾ തന്നെയാണ്. ശരിക്കും ഒരു വനത്തിനുള്ളിൽ
ഉള്ളിലുള്ള ഒരു പൂളാണോ അല്ലെങ്കിൽ ഒരു കുളമാണോ എന്നൊക്കെ തോന്നുന്ന ഒരു ഇഫക്റ്റ് ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് നമുക്ക് നീന്താം, നമ്മുടെ ആരോഗ്യം നോക്കാം, നമ്മുടെ ജീവൻ രക്ഷയ്ക്ക് വേണ്ടി പ്രയത്നിക്കാം, ഒപ്പം മാനസിക ഉല്ലാസവും ഒക്കെ ഇവിടെ ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ ഈ മധ്യവേനൽ അവധിക്കാലം ആരും വെറുതെയാക്കി കളയരുത്. കുട്ടികൾക്ക് മാത്രമല്ല, നേരത്തെ ഇവിടെ മാഡം പറഞ്ഞതുപോലെ തന്നെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്കും വരാം. ശരിക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ എന്തിനാണ് ആർട്ടിഫിഷ്യലായിട്ടുള്ള മറ്റു കാര്യങ്ങൾക്ക് നമ്മൾ തേടി പോകുന്നത് എന്ന് ഒരു മാത്ര ചിന്തിച്ചാൽ മതി. ഇത്തരം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും വിടുകയില്ല. അപ്പോൾ എല്ലാവർക്കും പൂങ്കോട് രാജീവ് ഗാന്ധി നാഷണൽ സ്വിമ്മിംഗ് പൂളിലേക്ക് സ്വാഗതം.